Vision without action is only a dream. At the same time, an action without vision is only a time pass. 2025 പുതുവർഷം ഒരുപാട് പുതിയ പുതിയ പ്രതീക്ഷയോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് ഗോളുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? എന്നാൽ ഇതേപോലെ കഴിഞ്ഞ വർഷം 2024 ഒരുപാട് പുതിയ ഗോളുകളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് പേജസ് നമ്മുടെ ഡയറിയിൽ കാണാം. ആ പേജസിലൂടെയൊക്കെ നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കിയാലോ? പല ഗോളുകളും നമ്മൾ എഴുതി വെച്ച പല ഗോളുകളും നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗോളുകൾ മാത്രമേ നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കുന്ന ഗോളുകൾ അച്ചീവ് ചെയ്യാൻ കഴിയാത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ഒരു പുതിയൊരു ഹാബിറ്റ് നമ്മളിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ എന്താണ് നമ്മുടെ ബ്രെയിനിൽ സംഭവിക്കുന്നതെന്നറിയോ? അവിടെയും പുതിയൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ആദ്യത്തെ 1-2 ദിവസങ്ങളിലേക്ക് നമ്മൾ പുതിയൊരു ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പുതിയ പുതിയ ഓരോ പ്രോഗ്രാമുകളിലായിട്ട് നമ്മുടെ ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. എന്നാൽ ആ ഒരു ഹാബിറ്റ് നമ്മൾ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിലോ നമ്മുടെ ന്യൂറൽ സിസ്റ്റത്തിൽ തന്നെ പുതിയൊരു പാത്ത് വേ ക്രിയേറ്റ് ചെയ്യപ്പെടും, ന്യൂറൽ പാത്ത് വേ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. നമ്മളിപ്പോൾ പുല്ലുകൾ നിറഞ്ഞൊരു വഴിയിലൂടെ നടന്നു പോവുകയാണെങ്കിൽ ആദ്യത്തെ ദിവസം ആ പുല്ലുകളൊക്കെ ഒന്ന് വകഞ്ഞു മാറ്റിയിട്ട് നമ്മൾ നടന്നു പോകും അല്ലേ? നെക്സ്റ്റ് ഡേ നമ്മൾ ആ വഴിയിലൂടെ പോവാതെ പുതിയൊരു വഴിയിലൂടെ പോകുമ്പോൾ ആ റൂട്ടിലുള്ള പുല്ലുകളൊക്കെ പഴയതുപോലെ തന്നെ ആയിട്ട് മാറും അല്ലേ? എന്നാൽ കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ നിരന്തരം ആ ഒരു വഴിയിലൂടെ തന്നെയാണ് പോയിക്കൊണ്ടേയിരിക്കുന്നതെങ്കിലോ അവിടെ നമുക്ക് നല്ലൊരു വഴി രൂപപ്പെട്ടു വരും അല്ലേ? പുല്ലുകളൊക്കെ അമർന്ന് അവിടെ നല്ലൊരു വഴിയിലൂടെ നമുക്ക് പോകാൻ കഴിയും. ഇതേപോലെ തന്നെയാണ് നമ്മളൊരു പുതിയൊരു ഹാബിറ്റ് നമ്മളിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ പുതിയൊരു പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. നിരന്തരം കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുമ്പോഴോ അവിടെ പുതിയൊരു ന്യൂറൽ പാത്ത് വേ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. നമുക്ക് ബ്രെയിനിൽ തന്നെ ഇംപ്രിൻ്റ് ചെയ്തുകൊണ്ട് നമ്മൾ പുതിയൊരു ഹാബിറ്റിനുള്ള ഉടമയായിട്ട് മാറാൻ നമുക്ക് കഴിയുന്നു. അപ്പോൾ ഇവിടെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ ആഗ്രഹിച്ച ഗോളിലേക്ക് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്നത്. അതേപോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോളുകൾക്ക് കൃത്യമായിട്ടുള്ളൊരു വിഷനും ആക്ഷൻ പ്ലാനും ഒക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മൾ ആഗ്രഹിച്ച ആ ഒരു സക്സസ്സിലേക്ക് ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ നമുക്ക് കഴിയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വർഷം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോളുകളെല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നിരന്തരം നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്മാർട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച ലെവലിലേക്ക് നമ്മൾ ആഗ്രഹിച്ച ഒരു ഗോൾ അച്ചീവ് ചെയ്തുകൊണ്ട് സന്തോഷത്തോടു കൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഓക്കെ, താങ്ക് യു.